നെടുമങ്ങാട് 1.5 വയസ്സുകാരന്റെ കൊലപാതകത്തിൽ പ്രതി അഷ്കർ കുട്ടിയെ മർദ്ദിക്കുന്നത് പലവട്ടം കണ്ടിട്ടുണ്ടെന്ന് അമ്മ അഖിലയുടെ മൊഴി. അഷ്കറിന്റെ മുൻകാല പശ്ചാത്തലവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അഖിലയുടെ ആദ്യ ഭർത്താവിന്റെ ആത്മഹത്യയും അന്വേഷണ പരിധിയിലാണ്. ഏഞ്ചൽ മേരി മാത്യു വിശദാംശങ്ങളുമായി തത്സമയം ചേരുന്നുണ്ട്. ഏഞ്ചൽ, ഓരോ ദിവസം കഴിയുന്തോറും ഞെട്ടിക്കുന്ന വിവരങ്ങളാണല്ലോ ഏഞ്ചൽ പുറത്തു വരുന്നത്. രണ്ട് കൈയും പ്ലാസ്റ്റർ ഇട്ട കുഞ്ഞിനെ തല്ലി ഒടിച്ചതാണെന്ന് പിന്നീട് മനസ്സിലായി. ആദ്യ ഭാര്യയ്ക്ക് ക്രൂര പീഡനമേറ്റു എന്ന് മനസ്സിലായി. ഇപ്പോൾ മറ്റൊരു യുവതി കൂടി ഈ ക്രിമിനൽ കാരണം പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ള വാർത്ത വരുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? അപ്പൊ ഇത് അവന്റെ സ്ഥിരം പരിപാടിയാണ്. ലിസ്റ്റിൽ ഒത്തിരി പേരുണ്ട്. എല്ലാ ആളുകളുടെയും ആത്മഹത്യന്റെ പുറകെ പോയി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ക്രിമിനലിന്റെ യഥാർത്ഥ മുഖം ആളുകൾക്ക് മനസ്സിലാവും. ഇവനൊക്കെ ഒരു അമ്മയ്ക്ക് ജനിച്ചതാണോ? ഇവന് കുടുംബക്കാരും റിലേറ്റീവ്സ് ആരും ഇല്ലേ? ഇവനെക്കുറിച്ച് ആരും ഒന്നും തന്നെ പ്രത്യേകമായിട്ടൊന്നും പറഞ്ഞു തന്നെ കേൾക്കുന്നില്ല. അവന്റെ വീട്ടുകാരുടെ പ്രതികരണം അറിയുന്നില്ല. അല്ല, എനിക്ക് അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. ഇങ്ങനെയുള്ള ആളുകളൊക്കെ നാട്ടിൽ വിലസി നടക്കാനുള്ള പ്രധാന കാരണം എന്താണ്? നിയമത്തിന് പേടിയില്ല. ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ തനിക്ക് തക്കതായ ശിക്ഷ ലഭിക്കുമെന്ന് പേടിയുള്ള ഒരുത്തനും ഇതേമാതിരി ക്രൈംസ് ചെയ്യില്ല. ഈ ക്രൈംസ് ചെയ്യാനുള്ള പ്രചോദനം തന്നെ നമ്മുടെ നാട്ടിലെ നിയമം ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം ഇത്രയൊക്കെ അതിന് പോക്കുള്ളൂ എന്ന് മനസ്സിലുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അവനെ പോലെ ആരോഗ്യമുള്ള തടിയുള്ള ഒരുത്തന്റെ കൂടെ അവൻ ഇതേമാതിരി മൽപ്പിടുത്തം കാണിക്കുമോ? മുള്ളി കിടക്കും കിടക്കയില് ഒന്നും അറിയാത്ത ഒരു പിഞ്ച് കുഞ്ഞിനാണ് അവൻ ഉപദ്രവിച്ചിരിക്കുന്നത്. അതിന് തിരിച്ചടിക്കാനുള്ള ആരോഗ്യമില്ല. താൻ എന്തിനാ തല്ല് കൊള്ളുന്നതെന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധിയില്ല. അത് തല്ല് കിട്ടുകയാണെങ്കിലും വേദനയ്ക്കാണെങ്കിലും അത് കരയുന്നത് ആരെ വിളിച്ചാൽ ആ പിശാച് തള്ളേനെ പിടിച്ചിട്ട് അമ്മയെന്ന് വിളിച്ചിട്ടാണ് അത് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. തൻ്റെ തള്ള ഇങ്ങനെ ഒരു സാധനമാണ് എന്ന് ചിന്തിക്കാൻ പോലും അറിവില്ലാത്ത ഒരു കൊച്ചിനെ അവൻ അങ്ങനെയും പീഡിപ്പിച്ചിട്ടും അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് അവൻ്റെ കൂടെ അവൻ്റെ ഞാൻ പറയുന്നില്ല, അവൻ്റെ സൂക്കേടിന് കൂട്ടു നിൽക്കുന്ന അവളൊക്കെ ഒരു അമ്മയാണോ? ഇതൊക്കെ ബാത്റൂം പോകുന്ന സമയത്ത് അറിയാതെ പോയതായിരിക്കും വയറ്റുന്ന ആ കൊച്ചെന്ന് തോന്നുന്നത്. അല്ലാണ്ട് വേദന സഹിച്ച് പ്രസവിക്കുന്ന ഒരു അമ്മമാർക്കും സ്വന്തം കുഞ്ഞിനെ മറ്റൊരുത്തൻ വേദനയാക്കുന്നത് കണ്ടു നിൽക്കാൻ വേണ്ടി പറ്റില്ല. അമ്മമാർക്ക് മനസ്സിലാവും നമ്മൾ അടിക്കുന്നത് നമുക്ക് സ്നേഹം കൊണ്ടാണ് നമ്മൾ അംഗീകരിക്കും. പക്ഷേ അതേ സ്ഥാനത്ത് അപ്പന്മാർ മക്കൾ അടിക്കുമ്പോൾ നമ്മൾ സപ്പോർട്ടും കൊണ്ട് ചെല്ലും. അതേമാതിരി തന്നെയാണ് ഭൂരിഭാഗം അച്ഛന്മാരും. അമ്മമാർ അടിക്കുന്നാണ്ട് അച്ഛന്മാർ അവരെ പിടിച്ചു മാറ്റും. ഇതേമാതിരി തന്നെ അച്ഛന്മാർ അടിക്കുന്നാണ്ട് അമ്മമാരും മാറ്റും. അതല്ലാതെ ആ ഒരു കൊച്ചിനെ എടുത്തിട്ട് അടിക്കുന്നത് കണ്ടിട്ടും ഇത് അറിഞ്ഞിട്ടും അവള് എന്ത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അവിടെ? ഈ കൊച്ചിനെ അടിക്കുന്ന കണ്ടിട്ട് അത് കണ്ടുകൊണ്ടിരിക്കുക, മനസ്സിലായിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ അയ്യോ രണ്ടാനച്ഛനാണല്ലോ, അച്ഛൻ്റെ സ്ഥാനമാണല്ലോ, കൊച്ചിനെ നല്ലതിന് വേണ്ടിയാണല്ലോ എന്ന് കരുതിയിട്ട് അവള് വായി നോക്കി ഇരിപ്പായിരുന്നു. ഇവക്കൊന്നും നിയമത്തിനോടൊന്നും ഒരു പേടിയില്ലാത്തതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ക്രൈംസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത്. എന്തോ ഒരു ആളുകളാണ് കൊച്ചു കുഞ്ഞുങ്ങളെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അടുത്തത് ഒരുത്തി പ്രസവിച്ചിട്ട് ജനലിലൂടെ കൊച്ചിനെ പുറത്തേക്ക്, ആ കൈ കിട്ടുന്ന ഒരു കൈവലിപ്പം പോലും ഇല്ലാത്ത പിഞ്ചു കുഞ്ഞിനെ എങ്ങനെയാണ് ജനലിലൂടെയൊക്കെ ഒന്ന് പുറത്തേക്ക് എറിയാൻ വേണ്ടി മനസ്സ് തോന്നുന്നത്? അവരുടെയൊക്കെ മനസ്സിന്റെ ഇതൊന്നും ആലോചിച്ച് നോക്കണം. ക്രിമിനൽ മെന്റാലിറ്റി, സ്നേഹം, കരുണ, ഈ വക സാധനങ്ങളൊന്നും തൊട്ട് തീണ്ടാത്ത ജാതികളായിരിക്കും പിഞ്ചു കുഞ്ഞുങ്ങളുടെ അടുത്ത് വരെ ഇങ്ങനെ കാണിക്കുന്നത്. ഈ ഒരു വാർത്തയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നാട്ടുകാർ ഒരുവിധ ആൾക്കാരൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിലും രണ്ട് കൈ ഒടിഞ്ഞ സമയത്ത് 1.5 വയസ്സുള്ള ഒരു പയ്യൻ എങ്ങനെ സൈക്കിൾ ചവിട്ടുന്നത്? 17 വയസ്സുള്ളവർക്ക് സൈക്കിൾ ചവിട്ടി കഴിഞ്ഞാലും സൈക്കിളിൽ നിന്ന് വേണം 2 കൈ ഇതേമാതിരി ഒടിയോ? അപ്പോൾ ഇതൊക്കെ ആശുപത്രി കൊണ്ടു ചെല്ലുന്ന സമയത്ത് ആശുപത്രി ജീവനക്കാരാവട്ടെ, അത് പരിശോധിക്കുന്ന ഡോക്ടറാവട്ടെ, ഇത് കാണുന്ന നാട്ടുകാരാവട്ടെ, അധികാരപ്പെട്ട ആൾക്കാരൊക്കെ ഒരു സൂചനയെങ്കിലും കൊടുത്തിരുന്നെന്നുണ്ടെങ്കിൽ വ്യക്തമായ അന്വേഷണം അതിലുണ്ടായിട്ടുണ്ടെങ്കിൽ ആ കൊച്ചൊന്ന് ജീവിച്ചിരുന്നേനെ അല്ലേ? ഒരുപാട് ആൾക്കാരുടെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ചകളാണിത്. ഒരു പോലീസുകാരുടെ കയ്യിൽ നിന്ന് വന്ന വലിയ വീഴ്ച. ആ ആമിന എന്ന് പറയുന്ന പെൺകുട്ടി അങ്ങനെ കിടന്നിട്ടും അവൻ ഇത്രയും നിസ്സാരമായിട്ട് ഈ നാട്ടിൽ കൂടെ നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പോലീസുകാരും പോരാ, നിയമം പോരാ. വാർത്തയുടെ ബാക്കി കൂടെ കാണാം. അഷ്കറിന് ഒരു ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടെന്ന് തന്നെയാണ് ആ പോലീസ് മനസ്സിലാക്കുന്നത്. അതിൽ അഷ്കറും അഖിലയും തമ്മിൽ പരിചയപ്പെടുന്നത് ഒരു ഡാൻസ് സ്കൂളുമായി ബന്ധപ്പെട്ടാണ്. അവിടുത്തെ ജീവനക്കാരനായിരുന്നു അഷ്കർ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ അഷ്കറിന് അതേ ഡാൻസ് സ്കൂളിൽ തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു യുവതി, ശ്രീങ്കേരി സ്വദേശിയായ മറ്റൊരു യുവതിയുമായി മുൻപ് ബന്ധമുണ്ടായിരുന്നു. ആ യുവതിയുമായി വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് അഷ്കർ പിന്മാറിയതിന് പിന്നാലെ ആ യുവതി ആത്മഹത്യ ചെയ്തിട്ടുള്ളതാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. അപ്പൊ ഇവന്റെ ആദ്യത്തെ ഇര ആ ഒരു പെൺകുട്ടിയായിരുന്നു. വിവാഹബന്ധത്തിന് പിന്മാറിയതിനെ തുടർന്നിട്ട് പെൺകുട്ടി സൂയിസൈഡ് ചെയ്തു. യവന് വേണ്ടിയിട്ട്. എന്ത് പറയാനാണ്? ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ ചുറ്റും നിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇവനുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെല്ലാം തന്നെ ഏതെങ്കിലും ഒരു വിധത്തിൽ മരണത്തിൽ അല്ലെങ്കിൽ മരിച്ചു ജീവിക്കുന്ന അവസ്ഥയിലാണ്. ആമിന ഉൾപ്പെടെ, ഈ കുഞ്ഞുൾപ്പെടെ, ഇപ്പൊ സൂയിസൈഡ് ചെയ്തിട്ടുള്ള ആ ഒരു സ്ത്രീ ഉൾപ്പെടെ എല്ലാ ആളുകൾക്കും അത് തന്നെ അവസ്ഥ. അത് സംബന്ധിച്ചുള്ള അന്വേഷണവും പോലീസ് നടത്തുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ അഷ്കറിന്റെ ഒരു പശ്ചാത്തലം, എന്താണ് അഷ്കറിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മുൻകാല ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്. കാരണം അഷ്കർ ഈ കുഞ്ഞിനോട് പെരുമാറിയ രീതിയിലും അല്ലെങ്കിൽ പുറത്തു വരുന്ന ആദ്യ ഭാര്യയോട് പെരുമാറിയ രീതിയിൽ പുറത്തു വരുന്ന കാര്യങ്ങളും ഒക്കെ തന്നെയും അഷ്കറിൽ ഒരു തരത്തിലുള്ള ക്രിമിനൽ മൈൻഡ് വ്യക്തമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അയാളുടെ മുൻകാല ചെയ്തികൾ കൂടി പരിശോധിക്കുകയാണ് പോലീസ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കുഞ്ഞിനെ പലവട്ടം മർദ്ദിക്കുന്നത്, അഷ്കർ പലവട്ടം മർദ്ദിക്കുന്നത് താൻ കണ്ടിട്ടുണ്ട് എന്നുള്ളത് അഖില നേരത്തെ തന്നെ, അതായത് ആദ്യ ദിവസം തന്നെ പോലീസിനോട് സമ്മതിച്ചിരുന്നു. അതിൽ തന്റെ കൺമുന്നിൽ വെച്ചും ഈ കുട്ടിയെ ഇയാൾ മർദ്ദിക്കുന്നത്, വടി കൊണ്ടും കൈ കൊണ്ടും ഒക്കെ മർദ്ദിക്കുന്നത് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് അഖില പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. എന്നിട്ട് ഇവളെ എന്ത് നോക്കിയിരിക്കുകയായിരുന്നു? അതാണ് എന്റെ ചോദ്യം. ഇവനെ ഒരുപാട് തവണ ആ കുഞ്ഞിനെ മർദ്ദിക്കുന്നത് ഉണ്ടെന്ന് ഇവക്കറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവൻ യഥാർത്ഥത്തിൽ ഒരു അച്ഛനായിരിക്കില്ല. എന്റെ കൊച്ചിന് ഇവൻ നല്ലൊരു അച്ഛനായി
പ്രശ്നമായിരിക്കില്ല എന്ന സ്വബോധത്തോടെ ചിന്തിച്ച് കുഞ്ഞിന്റെ ഭാവി ആലോചിച്ചിട്ട് ആ ഒരു ബന്ധത്തിൽ നിന്ന് മാറുകയോ അല്ലെങ്കിൽ ഇവനെ ആ കുഞ്ഞിന്റെ അടുത്ത് നിന്ന് അകറ്റി നിർത്തുകയോ ചെയ്യേണ്ട ഉത്തരവാദിത്തം ആസ് എ മദർ ആ പെൺകുട്ടിക്കില്ലേ. എന്നിട്ട് അവൾ എന്ത് ചെയ്തു? തല്ലുകയാണെ തല്ലോട്ടെ, കൊല്ലുകയാണെ കൊന്നോട്ടെ എന്ന് കരുതിയിട്ട് അങ്ങോട്ട് കൊടുത്തു. മര്യാദയ്ക്ക് ആ മുത്തശ്ശൻ്റെയും കൂടെ കളിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന കൊച്ച അതിനെ പിടിച്ചുകൊണ്ടുവന്നിട്ട് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് പിടിച്ചുകൊണ്ടുവന്നിട്ട് കൊല്ലാക്കൊല ചെയ്തിട്ട് കൊലയ്ക്ക് കൊടുത്തിട്ട് അവർ നടക്കുക. അതും നടക്കുന്നത് നോക്കണം. മീഡിയയ്ക്ക് മുമ്പിലൂടെ കെട്ടിപ്പിടിക്കുന്നു, തോളത്തോട് കൈവെക്കുന്നു, അര കൂട്ടിപ്പിടിക്കുന്നു, അവളെ ആശ്വസിപ്പിക്കുന്നു. ഏതെങ്കിലും നട്ടലുള്ള പെണ്ണാണ് സ്വന്തം കൊച്ചിനോട് പ്രസവിച്ച വേദനെങ്കിലും ഓർമ്മയുള്ള ഒരു സ്ത്രീയാണെന്നുണ്ടെങ്കിൽ സ്വന്തം കൊച്ചിനെ ഈ അവസ്ഥയിലാക്കി കൊന്നു കളഞ്ഞ് ഇവൻ ദേഹത്തിന്റെ അടുത്തോട്ട് വരുന്ന സമയത്ത് ആഞ്ഞൊരു അടി കൊടുക്കും. അതുപോലും ചെയ്യാണ്ട് അവൻ അവിടുന്ന് തോണ്ടുന്നതും മാന്തുന്നതും സൂഹിച്ച് കൂടെ നിൽക്കുന്ന യവക്കൊക്കെ ഉണ്ടല്ലോ, പേര് വേറെയാണ് പറയേണ്ടത്. അപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട ചോദ്യം, അഷ്കർ ഇങ്ങനെ കുഞ്ഞിനെ നിരന്തരം ഉപദ്രവിച്ചിരുന്നിട്ടും അഷ്കറിന്റെ അടുക്കൽ കുഞ്ഞിനെ ഒറ്റയ്ക്കാക്കി എന്തുകൊണ്ടാണ് അഖില ഈ സംഭവ ദിവസം തമിഴ്നാട് നൃത്ത പരിപാടിക്ക് പോയി എന്നുള്ളതാണ് പോലീസ് പരിശോധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ അഖിലേക്ക് ഈ ക്രൈമുമായി കുഞ്ഞിനെ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ നേരിട്ട് പങ്കുണ്ടോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. ഈ കുഞ്ഞിനെ തങ്ങൾക്ക് വളർത്താൻ തരണമെന്ന് കുഞ്ഞിന്റെ അപ്പൂപ്പനും അമ്മൂമ്മയും നിരന്തരം ആവശ്യപ്പെട്ടതാണ്. അഖിലയുടെ അമ്മ തന്നെ ഈ കുഞ്ഞിനെ തങ്ങൾക്ക് തനിക്ക് വളർത്താൻ തരണം എന്ന് ആവശ്യപ്പെട്ട് പോലീസിനെയൊക്കെ സമീപിച്ചിരുന്നു. ആ ഘട്ടത്തിലൊന്നും തന്നെ അഖില കുഞ്ഞിനെ കൊടുക്കാനും തയ്യാറായില്ല. അതായത് അഷ്കർ കുഞ്ഞിനെ ഉപദ്രവിക്കുന്നത് അറിയാമായിരുന്നിട്ടും ആ സാഹചര്യത്തിൽ നിന്ന് കുഞ്ഞിനെ രക്ഷിക്കാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് അഖില കുഞ്ഞിനെ അതേ അവസ്ഥയിൽ തന്നെ തുടരാൻ അനുവദിച്ചത് എന്നുള്ളതും ഒരു പ്രധാന ചോദ്യമായി നിലനിൽക്കുന്നത്. ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞുതരാം. അവൾക്ക് കാമഭ്രാന്ത്, കടി മൂത്ത് നിൽക്കുകയായിരുന്നു. അത് തന്നെ പ്രശ്നം. പച്ചയായിട്ട് പറയുന്നതിൽ ആരും ഒന്നും വിചാരിക്കേണ്ട. കാരണം അവൻ അത്രയും ആ കൊച്ചിനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ കൂടെ നിന്നാൽ മതി, അവൻ്റെ കൂടെ കിടന്നാൽ മതി, 24 മണിക്കൂറും തൻ്റെ ചോട്ടിൽ അവൻ ഉണ്ടാവണമെന്ന് അവൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് ആ കൊച്ചിനേക്കാളും ആ കൊച്ചിനോടുള്ള സ്നേഹത്തിനേക്കാളും കൂടുതൽ അവനോടുള്ള കാമാസക്തിയാണ് കൂടുതൽ. അവിടെ ആ കൊച്ച് അതിനൊരു വിലങ്ങുതടി ആയതുകൊണ്ടായിരുന്നിരിക്കണം. പല പരിപാടികൾക്കും ഇവർക്ക് പറ്റാത്തതുകൊണ്ടായിരിക്കും ആ കൊച്ചിനെ ഇടയ്ക്കിടയ്ക്കിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്. ഇവർ മൂന്നാളും കൂടെ നിൽക്കുന്ന സമയത്ത് കൊച്ചി ഇവരുടെ എല്ലാ കാര്യങ്ങളും തടസ്സമായിരുന്നിരിക്കണം. അതാണ് അങ്ങോട്ട് തിരിയുമ്പോഴും വെറുതെ അതിനിട്ട് മേടിക്കൊണ്ടിരുന്നത്. അഖിലയുടെ കൂടി പശ്ചാത്തലം പോലീസ് എന്തായാലും ഈ ഘട്ടത്തിൽ പരിശോധിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട സംശയം ഉയർന്നത് അഖിലയുടെ ആദ്യ ഭർത്താവ് അഖിലിന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ്. അഖില 3 മാസം ഗർഭിണിയായിരിക്കെയാണ് അഖിൽ ആത്മഹത്യ ചെയ്തത്. അതിനു മുൻപ് അവർ തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളെ തുടർന്ന് അഖില ആദ്യം സ്വന്തം വീട്ടിലേക്ക് പോയി. ആ സമയത്ത് അഖിലയെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാൻ കുഞ്ഞിന്റെ അച്ഛൻ നിരന്തരം ശ്രമിച്ചിരുന്നു. പോലീസുമായി ബന്ധപ്പെട്ടിരുന്നു. പോലീസിൽ അഖില പരാതി നൽകിയിരുന്നു. ആ പരാതി പറയുന്ന സമയത്തൊക്കെ അഖിലിനോട് വളരെ മോശമായാണ്, അല്ലെങ്കിൽ ആ പരാതി കേൾക്കുന്ന സമയത്തൊക്കെ അഖിലിനോട് വളരെ മോശമായാണ് പെരുമാറിയത് ഇന്നലെ തന്നെ കുടുംബം ആരോപിച്ചിരുന്നു. അതിന് മനോവിഷമം അഖിൽ ഉണ്ടായിരുന്നു. അഖിൽ മറ്റു വഴികളിലേക്ക് തിരിഞ്ഞു അങ്ങനെ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ കുടുംബം പറയുന്നത്. അതുകൊണ്ട് തന്നെ അഖിലിനെ ഈ ആത്മഹത്യയിലേക്ക് നയിച്ചതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതായത് 3 മരണങ്ങൾ, കുഞ്ഞ് ചിറയൻകീഴ് സ്വദേശിയുടെ മരണം, അതോടൊപ്പം തന്നെ അഖിലിന്റെ ആത്മഹത്യ, ഈ 3 മരണങ്ങൾ അന്വേഷണ പരിധിയിലാണ്. അതോടൊപ്പം തന്നെ അഖിലയുടെയും അഷ്കറിന്റെയും മുൻകാല പശ്ചാത്തലവും പോലീസ് വിശദമായി തന്നെ പരിശോധിക്കും. അന്വേഷണങ്ങളൊക്കെ ശരിയായ രീതിയിൽ തന്നെ പോട്ടെ. ആ പെൺകുട്ടിയുടെ മറ്റേ അഖിലെന്ന് പറയുന്ന അവന്റെയും ഒക്കെ മരണത്തിന് നീതി കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ 2 ശരിയായ രീതിയിൽ ശിക്ഷ കിട്ടണം. കൊച്ച് എന്തനുഭവിച്ചു അതിന്റെ 2 ഇരട്ടിയായിട്ട് കിട്ടണം. അവന് സിഗരറ്റിന്റെ കുറ്റിയൊക്കെ അതിന്റെ ദേഹത്ത് വെച്ച് പൊള്ളിക്കാന്ന് പറഞ്ഞാൽ 1.5 വയസ്സുള്ള കൊച്ച്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവനൊന്നും ചോറ് കഴിക്കുന്ന ഒരു വ്യക്തിയല്ല, ചോരയും നീരും ഹൃദയമുള്ള ഒരു മനുഷ്യനല്ല, മൃഗമാണ്. കാട്ടിൽ ജീവിക്കേണ്ടവനൊക്കെ നാട്ടിൽ ജീവിച്ച മനുഷ്യന്മാർക്ക് തന്നെയാണ് ഭീഷണി. എന്റെ പിന്നിൽ കാണുന്ന നെടുമങ്ങാട് കരിങ്കുഴിയിലെ ഈ വീട്ടിലാണ് അർഷിദും ഒരുപക്ഷെ രക്ഷിതാക്കൾ എന്ന് വിളിക്കാൻ കഴിയില്ല എന്നാണ് ഈ നിമിഷം നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം താമസിച്ച 2 പേരും ഉണ്ടായിരുന്നത്. അതിനൊപ്പം രണ്ടാനച്ഛന്റെ കുടുംബാംഗങ്ങളും സഹോദരൻ. കണ്ടോ എന്തൊരു സ്നേഹം അവളോട് അത്ര സ്നേഹം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അവൾ നൊന്ത് പ്രസവിച്ച കൊച്ചിനെ സ്വന്തം കൊച്ചിനെ പോലെ നോക്കി കൊണ്ട് നടക്കുമായിരുന്നു. ആശുപത്രിയാണ്, അത്രയും ആൾക്കാരുണ്ട്, അവൾ കരയുന്നു വീഴുന്നു, അവളെ എടുത്തുകൊണ്ടെടുക്കുന്നു. എവൻ കൊച്ചിനെ കൊന്ന കൊലപാതകി, സ്വന്തം കൊച്ചിനെ കൊന്ന കൊലപാതകിയാണ് അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് എടുക്കുന്നത്. അവളാണെങ്കിൽ കിട്ടിയ അവസരം മുതലായിക്കോട്ടെ എന്ന് കരുതി അവന്റെ നേഞ്ഞത്ത് വഴിഞ്ഞ് ചാരി കിടന്നും ഉരുണ്ടും കിടന്ന് അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു. കുറച്ചെങ്കിലും ഉളുപ്പ്, ലേശ ആത്മാഭിമാനം ഉണ്ടായിരുന്നെങ്കിൽ ഒരു തള്ളെങ്കിലും കൊടുത്ത് അവനെ നീക്കാം, അല്ലെങ്കിൽ തൊട്ടടുത്ത് പോലും ഇരിക്കാത്ത വിധം മാറി നിൽക്കാം. സ്വന്തം കൊച്ചിനെ കൊന്ന കൈകൊണ്ടാണ് പ്രസവിച്ച തള്ളേനെ അവൻ പിടിച്ചുകൊണ്ട് നടക്കുന്നത്. അതും പോലീസുകാരും ആൾക്കാരും കാണുക ആ കൊച്ചിന്റെ ഡെഡ് ബോഡീന്റെ മുമ്പിൽ വെച്ചിട്ട്. ഒന്ന് ചിന്തിച്ചു നോക്കുക അവളുടെയൊക്കെ മനസ്സ്. ഇതൊക്കെ ആൾക്കാരെ കാണിക്കാനുള്ള വെറും അഭിനയമായിരിക്കും. ഭർത്താവ് ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ വീട്ടിലാണ് ആ ക്രൂരതകൾ അരങ്ങേറിയത്. ആ വീട്ടിന് മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ ആ കടന്നുപോയ എന്തൊക്കെ അവസ്ഥയിലൂടെയാണ് കുഞ്ഞ് കടന്നുപോയത് അത് തന്നെയാണ് ഇവിടെ എത്തുന്ന ഓരോരുത്തരുടെ മനസ്സിലേക്ക് എത്തുന്നത്. കാരണം ആ ശരീരത്തിൽ 51 മുറിവുകളാണ് ആ പിഞ്ചു കുഞ്ഞിന്റെ ശരീരത്തിലുണ്ടായിരുന്നത്. ജനനേന്ദ്രിയത്തിൽ ഉൾപ്പെടെ പരിക്കുണ്ടായി. മതി മക്കളെ മതി. ഇതിൽ കൂടുതൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ദിവസത്തെ രാത്രിയിൽ ഉറക്കം തന്നെ പോകും. ഇതിനു മുമ്പ് കൊച്ചിനെ കിണറിൽ എറിഞ്ഞു കൊന്നൊരു വാർത്ത ഉണ്ടായിരുന്നു. സഹോദരനും സഹോദരിക്കും കൂടി മറ്റേ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് കൊച്ചു തടസ്സമായതിനെ തുടർന്നിട്ട് കിണറ്റിൽ എറിഞ്ഞു കൊന്നൊരു കേസ്. അന്ന് 2-3 ദിവസത്തോളം ഉറങ്ങാതിരുന്ന മലയാളികളുണ്ട്.
അതേപോലെ തന്നെ ഈ ഒരു കേസും അതേമാതിരി നമ്മുടെ ഉറക്കം കെടുത്തുന്നതായിരിക്കും. നീതി കിട്ടുന്നവരെ പോരാടുക, അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒരു വിട്ടുവീഴ്ചയും ചെയ്യേണ്ട. നാട്ടുകാർ കൈകാര്യം ചെയ്യാൻ ചെല്ലുന്ന സമയത്ത് തന്നെ പോലീസുകാർ മറച്ച് നാട്ടുകാർ കൈകാര്യം ചെയ്ത നാട്ടുകാരെ പോലീസുകാർ തിരിച്ച് കൈകാര്യം ചെയ്യണം. എന്തോ അമ്മോൻ്റെ മോനെ പേരിന് കൂട്ടിക്കൊണ്ടുപോകണ പോലെയൊക്കെയാണ് അവനെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. രണ്ടടി കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് കരുതി നാട്ടുകാരെ മുമ്പിലേക്ക് ഇട്ട് കൊടുക്കില്ല, പൊത്തി കൊണ്ടുപോകും. ഇനിയിപ്പോൾ ഭക്ഷണമൊക്കെ കൊടുത്ത് നല്ല സുന്ദര കുട്ടപ്പനാക്കിയിട്ട് അടുത്ത ക്രൈം ചെയ്യുന്നതിന് വേണ്ടി ഇറക്കി വിടാനുള്ള മുതലാണ് ആ രണ്ടെണ്ണം പോകുന്നത്. അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇവർക്ക് കിട്ടുന്ന ശിക്ഷ എന്താണ് എന്ന് അറിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് വീഡിയോ ചെയ്യാം. മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ബൈ.